ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ NCERT ക്രാഷ് കോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും NCERTയോടുള്ള UPSCക്ക് വേണ്ടി പഠിക്കുന്ന ആളുകളുടെ അവൻ്റെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം, എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് കണ്ടതുപോലെ തന്നെ നമ്മുടെ ഒരു NCERT ക്രാഷ് കോഴ്സ് ഉണ്ട്. ഒറിജിനൽ ഫീസ് 5000 ആണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഓഫറിൻ്റെ ഭാഗമായിട്ട് 1999 രൂപക്ക് ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ഈ പറയുന്ന കാര്യങ്ങളിൽ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് NCERT ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കിട്ടുന്ന പ്രോഗ്രാമാണ്. താല്പര്യമുള്ള ആളുകൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇങ്ങനെയാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയുന്ന സ്ട്രാറ്റജി അനുസരിച്ചായിരിക്കും അതിൽ ജോയിൻ ചെയ്യണം. അതിലേക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടാം. ആ ഓഫറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ NCERT എന്ന് പറയുന്നത് ഏത് എക്സാമിന് പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് എന്നുള്ളത്, ഫൗണ്ടേഷൻ എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് അടക്കാതെ നിങ്ങൾ നേരെ 10ാമത്തെ സ്റ്റെപ്പിലോട്ട് ചാടുകയാണെങ്കിൽ അതിൽ റിസ്ക് ഉണ്ട്, അല്ലേ? നമ്മൾ താഴത്ത് കൊണ്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് NCERT അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ സെറ്റാക്കാതെ ഉയർന്ന സബ്ജക്റ്റ് പഠിക്കാൻ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ ഫൗണ്ടേഷൻ നല്ല നിങ്ങൾക്ക് തറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും പഠനം വളരെ ഈസി ആയിട്ട് മാറും. നന്നായിട്ട് മനസ്സിലാക്കാനും നന്നായിട്ട് ഓർത്തിരിക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നത് അതായിരിക്കും. അപ്പോൾ NCERT ആണ് നമ്മുടെ UPSC പഠനത്തിൻ്റെ ബേസിക്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് 6th മുതൽ +2 വരെയുള്ള ബുക്കുകളാണ് പ്രധാനമായിട്ടും അതിൽ വായിക്കേണ്ടത്. 6th ജോഗ്രഫി മുതൽ +2 വരെയുള്ള ജോഗ്രഫി, 6th ഹിസ്റ്ററി മുതൽ +2 വരെയുള്ള ഹിസ്റ്ററി, പിന്നെ എക്കോണമി ആണെങ്കിൽ 9th 10th +1 എക്കോണമി, പൊളിറ്റി ആണെങ്കിൽ അതേപോലെ തന്നെ 10th-ൻ്റെയും +1 +2-ൻ്റെയും പൊളിറ്റി, ആർട്ട് ആൻഡ് കൾച്ചർ +1-ൻ്റെ ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് വരുന്ന +2 ബയോളജിയുടെ 13 മുതൽ 16 വരെയുള്ള ചാപ്റ്റേഴ്സ്. ഇതാണ് നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കേണ്ട NCERT എന്ന് പറയുന്നത്. പിന്നെ ബേസിക്സ് നോളജ് കിട്ടാൻ വേണ്ടി സയൻസിൻ്റെ ചെറിയ ക്ലാസ്സിലെ ബുക്കുകളും എന്ത് ചെയ്യാം, 6th 7th 8th ഒക്കെ വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഇത്ര NCERT ആണ് നിർബന്ധമായിട്ടും കവർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ തന്നെ ഏറ്റവും പ്രാധാന്യങ്ങൾ കൊടുക്കേണ്ടത് +1 +2 ബുക്കുകൾക്കാണ്. +1 +2 ബുക്കുകളും വായിക്കുമ്പോൾ ഒരു +2 കുട്ടീൻ്റെ +1 കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകം എന്ന് പറയുമ്പോൾ കുറച്ച് അല്ലേ കട്ടി ഉണ്ടാവും. അപ്പോൾ അതൊന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയാണ് ഞാൻ 6th മുതൽ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ 6th വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അത് 7th കുറച്ച് കൂട്ടി പറയും, 8th കുറച്ച് കൂട്ടി, 9th കൂട്ടി, 10th കുറച്ചുകൂടി കൂട്ടിയിട്ട് +1 അതിൻ്റെ കുറച്ച് ഹയർ സ്റ്റാൻഡേർഡിൽ പറയും. അപ്പോൾ ഈ 6 മുതൽ 10 വരെ ഓൾറെഡി വായിച്ച ഒരാളാണെങ്കിൽ +1 മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുക്കുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം, കവർ ചെയ്യണം. അതിൽ +1 +2 ബുക്കിന് നിർബന്ധമായിട്ട് നോട്ട്സ് ഉണ്ടാക്കലും കൂടി അനിവാര്യമാണ്. നിരന്തരമായിട്ട് റിവിഷൻ ചെയ്യണം. ഓക്കെ, റിവിഷൻ ചെയ്യാൻ എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ട് റിവിഷൻ ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ട്സ് ഓൾറെഡി ഉണ്ടാക്കിയില്ലെങ്കിൽ ആ നോട്ട്സ് ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, റിവിഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോട്ട്സ് ഉണ്ടാക്കൽ ഒരിക്കലും വിട്ടു പോകരുത്. എത്ര ടൈം എടുത്ത് എല്ലാ സബ്ജക്റ്റ് നോട്ട്സ് വേണം. നോട്ട് മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്, ഇനിയും പല വീഡിയോസും അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതും അതിൻ്റെ കൂടെ ശ്രദ്ധിക്കാം. പിന്നെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബുക്കുകൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞു, നോട്ട്സ് വിട്ടുപോകരുത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഓരോ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ റിവിഷൻ നിർബന്ധമാണ്. അപ്പോൾ അതൊരു ഒറ്റ വായന വായിച്ചു പോകുക എന്നുള്ളതിനപ്പുറം നമ്മുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമ്മൾ വായിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ഒരു 3 വട്ടം എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ പുസ്തകങ്ങളും. ഫസ്റ്റ് റീഡിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കണ്ടുകൊണ്ട് വായിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സെക്കൻഡ് റീഡിങ്ങിൽ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ വായിക്കുക. തേർഡ് റീഡിങ്ങും പെട്ടെന്ന് കണ്ടുപിടിച്ച് പോവുക. ഇതിൽ 2nd-ഓ 3rd-ഓ റീഡിങ്ങിൻ്റെ കൂടെയാണ് നോട്ട് മേക്കിംഗ് നല്ലത്. കാരണം ഫസ്റ്റ് റീഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടാവും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് റീഡിങ്ങിൽ നോട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. നോട്ട് മേക്കിംഗ് അതിൻ്റെ കൂടെ ചെയ്യുക, റിവിഷൻ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ ക്വസ്റ്റ്യൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻസ് കിട്ടും, ഒന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക, നല്ലതാണ്. ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആൻസർ ചെയ്ത് നോക്കുകയും ആ ഓർമ്മയിൽ നിന്ന് ആൻസർ ചെയ്ത് നോക്കുകയും പിന്നെ എന്താണ് അതിന് കറക്റ്റ് ആൻസർ എന്നുള്ളത് വീണ്ടും വായിച്ച് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് റിവിഷൻ ആവും. ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. UPSC പോയിന്റ് ഓഫ് വ്യൂ തന്നെ ആൻസർ ചെയ്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ MCQs ഇപ്പോൾ ഒരുപാട് NCERT-യുമായി റിലേറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. അത് ചെയ്ത് നോക്കാം. നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ്, മെയിൻസ് ക്വസ്റ്റ്യൻസും പ്രിലിംസ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന എപ്പോഴും ബെറ്റർ ആയിരിക്കും.
അതുമായി ബന്ധപ്പെട്ട PYQs ഉണ്ടെങ്കിൽ അതും ചെയ്ത് നോക്കി പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും, വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇതാണ് അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റെഗുലർ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്ത് റിവിഷൻ ചെയ്യാന്നുള്ള നോട്ട്സ് വെച്ചിട്ട്, നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നോട്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ മാസത്തിലും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, അതെടുത്ത് വായിച്ച് നോക്കുക. പിന്നെ എസ്പെഷ്യലി ജോഗ്രഫിക്കൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും 50% എടുത്തിട്ടുള്ളത് എവിടെ നിന്നായിരിക്കും, NCERT, +1 + 2 NCERT എന്നായിരിക്കും. ആ +1 + 2 4 ബുക്കുകൾ നിർബന്ധമായിട്ട് ജോഗ്രഫിക്ക് വായിക്കണം. ഹിസ്റ്ററിയുടെ ബുക്കും ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ബുക്കും, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട്, അതോടൊപ്പം തന്നെ കോൺഷ്യൻ അറ്റ് വർക്ക് എന്നുള്ള ഈ പുസ്തകങ്ങളൊന്നും ഒരിക്കലും വായിക്കാതിരിക്കരുത്. പിന്നെ ഓപ്ഷൻ സബ്ജക്റ്റ് എടുക്കുന്ന ആൾ അതുമായി ബന്ധപ്പെട്ട NCERT-കൾ എന്ത് ചെയ്യുക, വായിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ബുക്കുകളാണ് നിർബന്ധമായിട്ട് വായിക്കേണ്ടത്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് വായിക്കേണ്ടത്. നല്ലൊരു ധാരണ NCERT-യെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളെ പഠനത്തെ നന്നായിട്ട് സഹായിക്കും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യാം, വായിച്ച് തുടങ്ങേണ്ട ഇതും NCERT-യും കറണ്ട് അഫയേഴ്സും ഒക്കെയാണ്. അപ്പോൾ NCERT നല്ലൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതല്ലാതെ ഞാൻ പറഞ്ഞു പോകാത്ത, ടച്ച് ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട്സുകളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ചോദിക്കാൻ, ക്ലിയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ NCERT ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ പറയാൻ വേണ്ടി ബന്ധപ്പെടാവുന്നതാണ്. ഏകദേശം ഒരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് NCERT കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ്. ലൈവും റെക്കോർഡിങ്സും അതിൻ്റെ ഷോർട്ട് മെറ്റീരിയൽസും എല്ലാം അതിൽ, ടെസ്റ്റുകളും എല്ലാം അതിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമാണ് ഉടൻ കാണാം. അതുവരേക്കും ബൈ.